നെഞ്ചാട്ടറിൽ വരുന്ന 5 കഥാപാത്രങ്ങളെക്കുറിച്ച് ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇട്ടിട്ട് എത്രയോ മാസങ്ങളായി. അപ്പം ആദ്യത്തെ വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ നെഞ്ചാട്ടയുടെ വീഡിയോ ആണ്. അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ നെഞ്ചാട്ടയിലെ എല്ലാ കഥാപാത്രങ്ങളും നോക്കുന്നില്ല. മെയിനായിട്ട് വരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ, സൈഡായിട്ട് എത്രയോ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. അതൊഴിച്ചിട്ട് മെയിനായിട്ടുള്ള എത്ര കഥാപാത്രങ്ങളുണ്ടോ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഥാപാത്രം കെന്നിച്ചി എന്ന് പറയുന്നൊരു കഥാപാത്രം ഭയങ്കര മടിയുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രമാണ്. അതേപോലെ ഒരു സമയത്ത് ടി വിയിൽ സാമുറായി കാണുമ്പോഴാണ് കെന്നിച്ചിക്ക് നെഞ്ചാട്ടോറി വരുന്നത്. കെന്നിച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുമിക്കോ എന്ന കഥാപാത്രമാണ്. അതേപോലെ കെന്നിച്ചി പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രണ്ടായി മാറിയത് നെഞ്ചാട്ടോറിയാണ് കെന്നിച്ചിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നെഞ്ചാട്ടോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ഒരു ഗ്രേറ്റ് നെഞ്ചയാണ്, ഭയങ്കരമായ ഒരു ഗ്രേറ്റസ്റ്റ് നെഞ്ചായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈഗ ക്ലാൻ എന്ന് പറഞ്ഞ ക്ലാനിനാണ് നെഞ്ചാട്ടോറി വന്നത്. നെഞ്ചാട്ടോറിയുടെ എനിമി ആയിട്ട് വരുന്നതാണ് കെമോമാക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ കോഗ ക്ലാനും നെഞ്ചാട്ടോറി ഈഗ ക്ലാനും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോൾ അടിയാണ്. അടിക്ക് മെയിൻ കാരണം കെന്നിച്ചി തന്നെയാണ്. കെന്നിച്ചി യുമിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ കെമോമാക്കി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ അടിക്ക് ഏറ്റവും വലിയ കാരണമായത്. തമ്മിൽ എത്ര അടിയുണ്ടെങ്കിലും ഉള്ളിൽ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പല സിറ്റുവേഷനും നമുക്കറിയാം നെഞ്ചാട്ടോറി കെമോമാക്കി രസിക്കുന്നതും കെമോമാക്കി നെഞ്ചാട്ടോറി രസിക്കുന്നതുമായിട്ട് പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വരുന്ന കഥാപാത്രമാണ് സിൻസോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇവൻ്റെ കരച്ചിലാണ്. ഇവൻ്റെ കരച്ചിൽ കേട്ടാൽ അവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അമ്മാതിരി ഒരു കരച്ചിലാണ് സിൻസോയ്ക്ക് ഉള്ളത്. ഒരു ഗ്രേറ്റ് നെഞ്ചാവാൻ വേണ്ടി നോക്കുന്ന ഒരു ആളാണ്. അതേപോലെ ഇനി അടുത്ത് വരാൻ പോകുന്നത് നെഞ്ചാട്ടോയുടെ പെറ്റായ സിസിമാറു പല ടൈമിലും ഒരു കോമഡി കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സിസിമാറു ഒരു നെഞ്ചാഡോക്കാണ്, അത് ഈഗ ക്ലാനിൽ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഒരു നായ തന്നെയാണ് സിസിമാറു. ഒരു പെറ്റ് സിസിമാറു ഉള്ളതുപോലെ കെമോമാക്കിയുള്ളൊരു പെറ്റാണ് കിയോ. ഇതൊരു നായല്ല, ഇതൊരു പൂച്ചയാണ്. ഇതിലിവൻ കുറച്ച് ഫൺ ക്യാരക്ടറാണ്. നമുക്കറിയാം സിസിമാറിനെ കൊണ്ട് അധികം സ്ട്രെങ്ത് ഉപയോഗിച്ചാൽ ഫയർ ബോൾ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ കിയോനെ കൊണ്ട് അധികം സ്ട്രെങ്ത് ഉപയോഗിച്ചാൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരാൻ പറ്റും. രണ്ടുപേരും തമ്മിൽ എപ്പോൾ അടിയാണ്. അതിന് പല റീസൺസ് ഉണ്ടാകും. ബിക്കോസ് കെമോമാക്കി ഒരു റീസണാണ്. അങ്ങനത്തെ പല റീസൺസും കൂടി ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണ്. ബട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. നെഞ്ചാട്ടോയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്, സുബാമെ. അതൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു കഥാപാത്രമാണ്. അതേപോലെ നെഞ്ചാട്ടോയുടെ ഒരു വേറൊരു പെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഒരു കഥാപാത്രം കൂടിയും വരുന്നുണ്ട്. അതേപോലെ ഒരു മുള്ളു ചെടി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ കൂടിയുണ്ട്, ഡോജിയോ. ഇവരൊക്കെ ഏതോ ഫ്യൂ എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബട്ട് ഇതൊക്കെ നെഞ്ചാട്ടോയുടെ ക്ലാൻ എന്ന് പറയുന്ന കുറച്ച് പേരായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് പറയാനുള്ളത്, ഒന്ന് നമുക്കറിയാം കെന്നിച്ചിയുടെ സാറ് നമുക്കറിയാം കുറേ എപ്പിസോഡ് വരുന്നുണ്ട്. ഭയങ്കര ഫണ്ണി എപ്പിസോഡ്സാണ്. അതേപോലെ തന്നെ കെന്നിച്ചിയുടെ അമ്മ, അച്ഛൻ, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെക്കുറിച്ചൊന്നും നമുക്ക് അധികം പറയാനുണ്ടാവില്ല, ബിക്കോസ് വലിയ ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല. പിന്നെ കുറേ ക്യാരക്ടർ ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നു ഓരോ ക്യാരക്ടറായിട്ട് ഇവരെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന രീതിയിൽ വീഡിയോ ചെയ്യണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുക? ഇപ്പം ഞാൻ ചെയ്തത് ജസ്റ്റ് ഒരു 5 ക്യാരക്ടർ എക്സ്പ്രഷനാണ്. പിന്നെ നമുക്ക് ഒരുപാട് മിസ്റ്ററി ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം കെമോമാക്കിയുടെ അച്ഛനും അമ്മയും ആരാണ്, ഇതുപോലെ തന്നെ നെഞ്ചാട്ടോയുടെ അച്ഛനും അമ്മയും ആരാണ്. ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും